എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ കർത്താവിനും പരിശുദ്ധ കൃപാസന മാതാവിനും ഞങ്ങളുടെ ഒരുപാട് നന്ദി. എൻ്റെ പേര് നിഷ രാജ. ഇതെൻ്റെ ഭർത്താവ് രാജ അഗസ്റ്റിൻ. ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡാണ്. ഗുജറാത്ത് സെൻറ്റ് ആൻസ് ചർച്ച് ജുനഗഡ് അംഗങ്ങളാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. വിവാഹം 2004 കഴിഞ്ഞ് 2005 ഡിസംബറിൽ ഞാൻ 9 മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ മരിച്ചാണ് പ്രസവിച്ചത്. അതിനുശേഷം 6 പ്രാവശ്യം മിസ്കാരേജും 4 പ്രാവശ്യം DNCയും 3 പ്രാവശ്യം ലാപ്രോസ്കോപ്പിക് സർജറിയും 2 പ്രാവശ്യം ഹിസ്ട്രോസ്കോപ്പിയും 1 പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ IVFും ചെയ്തു. പക്ഷേ റിസൾട്ടെല്ലാം 0 ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പോയി. ഞങ്ങളുടെ കയ്യിൽ 22 ഡോക്ടേഴ്സിൻ്റെ ഫയലുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് കിട്ടിയാണ് ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് അഹമ്മദാബാദ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ മെയിൻ ഡോക്ടർ തന്നെ ഞങ്ങളെ അറ്റൻഡ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എനിക്കൊരു ചലഞ്ചിങ് കേസാണ്, ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും, നിങ്ങൾ എൻ്റെ പേഴ്സണൽ പേഷ്യൻ്റാണ് എന്ന് ഡോക്ടറിന് വളരെ വിശ്വാസമായിരുന്നു. അത് കണ്ട് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി. ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴും റിസൾട്ടൊന്നും കിട്ടിയില്ല. ഡോക്ടറിന് അവസാനം വാക്കുകളില്ലാതായി. ഒരു പ്രാവശ്യം ഞങ്ങൾ അഹമ്മദാബാദ് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി. റിസൾട്ട് കിട്ടാതായപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടറിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 2022 ജൂലൈ 11 ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് നേർച്ച വസ്തുക്കൾ കിട്ടി. ആ പ്രാവശ്യം ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൊന്ത, കാശ് രൂപം, പത്രം ഇവയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ജുനഗഡ് പള്ളിയിലെത്തിയത്. പള്ളിയിലെത്തിയ ഉടനെ ഞങ്ങൾ വികാരിയച്ഛനെ കണ്ട് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷമായി. അച്ഛൻ ഞങ്ങളെ ആത്മീയതയിൽ വളരെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ പള്ളിയിൽ ആകെ 45 ഫാമിലീസാണ് ഉള്ളത്. അതിൽ 43 ഫാമിലീസും ഗോവൻസും കന്നഡക്കാരുമാണ്. ആകെ 3 മലയാളി ഫാമിലീസ് മാത്രമാണുള്ളത്. എൻ്റെ കയ്യിലുള്ള പത്രമായിരുന്നെങ്കിൽ മലയാളത്തിലായിരുന്നു. എനിക്ക് ഇവരെ എങ്ങനെ കൃപാസനം മാതാവിനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നോർത്തിട്ട് വളരെ വിഷമമുണ്ടായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇവിടെ ഞങ്ങൾക്ക് ടെസ്റ്റ് മണി തരണമേ, ഞങ്ങൾക്ക് സാക്ഷ്യം തരണമേ. ഈ പള്ളിയിൽ ഇവർക്ക് വിശ്വാസക്കുറവുണ്ട്, അവർക്ക് ഇവിടെ സാക്ഷ്യം തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 3 സാക്ഷ്യം കിട്ടി. അതിൽ ഒരു സാക്ഷ്യം ഒരാൾ വെന്റിലേറ്ററിലായിരുന്നു, സാക്ഷ്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടായ അനുഭവമുണ്ടായി. ഒക്ടോബറിൽ 3 ഫാമിലീസ് ഇവിടെ വന്ന് ഇംഗ്ലീഷ് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ലയിച്ച് ജീവിച്ചു. ഞങ്ങൾ ആത്മീയതയിൽ വളർന്നു. ഞങ്ങൾ എല്ലാ തരത്തിലും ഡെയിലി കുർബാന കാണുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഒക്കെ ചെയ്തു പോന്നു. കാരുണ്യ പ്രവൃത്തി എല്ലാം ചെയ്തു. ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 2023 നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കി. ഞങ്ങൾക്ക് കുറേയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രാവശ്യം അച്ഛനെ കാണാൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛൻ ഞങ്ങൾക്ക് മാതാവിൻ്റെ മെഡൽ തന്നു. തലോണിയുടെ അടിയിൽ വെക്കാൻ പറഞ്ഞു. പിന്നെ തൈലം തേച്ച് അപ്പോൾ തന്നെ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കും, നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ വിശ്വസിച്ചു. ആ പ്രാവശ്യം ഞാൻ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞാൻ ഒരു ജ്ഞാനസ്നാന വലിയ തിരി വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ എൻ്റെ അലമാരി തുറന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ ആ തിരി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കൃപാസനം മാതാവിനോട് ചോദിക്കുമായിരുന്നു, മാതാവേ, എന്നാണ് ഞാൻ ഈ തിരിയുമായി പള്ളിയിൽ കയറുന്നത്?
എന്നാണ് ഞങ്ങൾക്ക് ഈ സന്തോഷം തരുന്നത്, ഞങ്ങൾ എത്ര നാൾ കാത്തിരുത്തും എന്നൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചു. ഞങ്ങളുടെ കുഞ്ഞിനെ മുഖം കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നമേ എന്നൊക്കെ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം കറക്റ്റായിട്ട് അച്ഛൻ പറയുന്നത് പോലെ വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഞങ്ങൾ നിവർത്തി പോന്നു. ഞങ്ങൾക്ക് അങ്ങനെ 11 മാസം കഴിഞ്ഞ് ഞാൻ കൺസീവായി. അച്ഛൻ മെസ്സേജ് തന്ന് 11 മന്ത്സ് കഴിഞ്ഞ് ഞാൻ കൺസീവായി. ഓഗസ്റ്റിൽ ഞാൻ കൺസീവായി. ഞാൻ നാട്ടിലായിരുന്നു. നാട്ടിൽ ഞങ്ങൾ അറിഞ്ഞില്ല കൺസീവായത്. ഞങ്ങൾ സാധാരണ ജീവിതം പോലെ നയിച്ചു പോന്നു. അങ്ങനെ ഒക്ടോബർ ജപമാല റാലിക്ക് ഞങ്ങൾ പോയി. അതിനു മുൻപ് അച്ഛൻ ഈ മെസ്സേജ് തന്ന് ഞാൻ തിരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ ഞാൻ കൃപാസനം മാതാവിനെ കണ്ടു. മാതാവിൻ്റെ അടുത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ, അതിലൊരു ചോര കുഞ്ഞിനെ മാതാവിൻ്റെ കയ്യിലോട്ട് നീട്ടുന്നു. ഞാൻ ആ കുഞ്ഞിനെയുമായിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു. ഇതായിരുന്നു സ്വപ്നം. പക്ഷെ സ്വപ്നത്തിൽ കണ്ട മാതാവ് അൾത്താലയിലിരിക്കുന്ന മാതാവിൻ്റെ മുഖമായിരുന്നില്ല. ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ഇച്ചിരി പ്രായമൊക്കെ തോന്നണ പോലെ എനിക്ക് തോന്നി. എന്നാലും ഞാനത് വിശ്വസിച്ചു. പക്ഷെ ഞാൻ ഈ സ്വപ്നം കണ്ട കാര്യവും അച്ഛൻ മാതാവിൻ്റെ മെസ്സേജ് തന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പല ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ ഇനിയും ട്രീറ്റ്മെൻറ്റിന് പോകണം, ഇന്ന ഡോക്ടറിനെ കാണണം, ഇന്ന അച്ഛൻ്റെ അടുത്ത് പോകണം, ഇന്ന അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ഞങ്ങളെ ഒറ്റ വാക്കിൽ ഉറച്ചു നിന്നു. ഞങ്ങൾക്ക് കൃപാസനം മാതാവിൻ്റെ മെസ്സേജ് ഉണ്ട്, ജോസഫ് അച്ഛൻ വഴി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും, ഞങ്ങൾക്ക് കുഞ്ഞുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് എല്ലാവരോടും വിളിച്ചിപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങൾക്ക് അത്ര ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജപമാല റാലി കൂടി. 2023 ജപമാല റാലി കൂടി. റാലിക്ക് ഞാൻ വന്നപ്പോഴാണ് അലങ്കരിച്ച മാതാവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഈ മാതാവിനെ ആണല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്നോർത്ത് എനിക്കങ്ങോട്ട് ഭയങ്കര വിശ്വാസം. ദൈവമേ, എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടുകയാണ്. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നുമില്ല. പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു ഈ മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് കുഞ്ഞുറപ്പാണെന്ന്. പക്ഷേ റാലി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഡിസംബർ തുടങ്ങി എല്ലാ ഉടമ്പടി ധ്യാനം എല്ലാ സൺഡേസും ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും വരുമായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടുമായിരുന്നു ഞങ്ങൾ 2 പേരും. 3 മാസം വരെ അങ്ങനെ ഞങ്ങൾ വന്നു. മാർച്ച് പകുതി വരെ വന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഒറ്റക്ക് വന്ന് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, മാതാവേ, ഞാനല്ല ഗർഭിണി, നീയാണ് ഗർഭിണി, നിൻ്റെ വയറ്റിലാണ് കുഞ്ഞ് കിടക്കുന്നത്, ഇത് നിൻ്റെ കുഞ്ഞാണ്. അന്ന് തുടങ്ങി ഞാൻ മാതാവിനെ, ഗർഭിണിയായ കൃപാസനം മാതാവിനെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത്. മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജേർണി മുന്നോട്ട് പോയി. ഞങ്ങൾ എറണാകുളത്തൊരു ഹോസ്പിറ്റലാണ് കാണിച്ചത്. അത് ഗുജറാത്തിലുള്ള ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെക്കപ്സ് എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. 7 മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇഞ്ചക്ഷൻ തന്നതിൻ്റെ ഭാഗമായി എനിക്ക് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടായി. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിംഗ് പ്രെയർ എടുത്തു 100 ദിവസത്തെ. അത് ഡെലിവറിക്ക് ശേഷമാണ് അത് ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞത്. ഞങ്ങൾ കൃപാസനം മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഡെയിലി ഞാൻ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. പ്രഗ്നൻ്റായി ഞാൻ ഡെയിലി പള്ളിയിൽ പോവുമായിരുന്നു. ഒറ്റ ദിവസം കുർബാന മുടക്കിയില്ല. അതിനുശേഷം ഞങ്ങൾ മെയിൻ ഡോക്ടറിനെ വിളിച്ചു, അഹമ്മദാബാദിലെ ഡോക്ടറിനെ വിളിച്ചു. കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെലിവറിക്ക് പാരൻറ്റ് ഹോസ്പിറ്റലിൽ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 മാസം കഴിഞ്ഞപ്പോൾ ഗുജറാത്തിന് പോയി. അവിടെ അഡ്മിറ്റ് ആയി സോണോഗ്രഫിയൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടറിന് ഇതിനു മുമ്പ് അറിയായിരുന്നു ഇത് നോർമൽ ആയിട്ട് കൺസീവ് ആയതാണെന്ന്. ഡോക്ടറിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ ഹിന്ദു ഡോക്ടർ എന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, വേറെ ഡോക്ടേഴ്സിനെയുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് സോണോഗ്രാഫിയുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസേറിയനാണ് ഡോക്ടർ പ്ലാൻ ചെയ്തിരുന്നത്. ഡോക്ടർ പറഞ്ഞു നമുക്ക് നോർമൽ ട്രൈ ചെയ്യാം, ഇവരുടെ സ്പെഷ്യൽ കേസാണെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി 3-ാം ദിവസം ഏപ്രിൽ 23-ന് 12:10 സുഖപ്രസവമായി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. മാതാവ് എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടിയാണ് ഈ ആൺകുട്ടി.
ഞങ്ങൾ അതിനുശേഷം ഒരു ദിവസം മാത്രം കുഞ്ഞിന് ഒബ്സർവേഷന് ICUയിൽ കിടത്തി. ഞങ്ങളുടെ ഡോക്ടർ എന്നെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ 5000 സിസേറിയനും 10000 സുഖപ്രസവവും അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വൈഫ് 44 ഇയേഴ്സിലെ സുഖപ്രസവം ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു യുണീക്ക് കേസാണ് നിങ്ങളുടെ എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക് ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒരുപാട് വേറെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലം വിൽക്കാൻ വെച്ചിരുന്നത്, അത് വിൽപ്പന നടന്ന് കിട്ടിയിരുന്നു. പിന്നെ 8 വർഷമായിട്ടുള്ളൊരു കോർട്ട് കേസ് ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റായി, ഈ മാസം സെറ്റിൽമെൻറ്റായി കിട്ടി. ഇതാണ് ഞങ്ങൾക്കുള്ള സാക്ഷ്യം. മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഗുജറാത്തിലായിരുന്നല്ലോ. അപ്പോൾ ഗുജറാത്തിൽ ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഗുജറാത്തിയും പത്രം ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ആകെ 110 അംഗങ്ങളാണുള്ളത്. ഞാൻ അച്ഛൻ്റെ അനുവാദത്തോടെ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ പള്ളിയിലെ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഞാൻ സ്ഥാപിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും കൃപാസനം മാതാവിനെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായി. എല്ലാവർക്കും ഞങ്ങൾ മെഡൽ കൊടുക്കുകയും പത്രം കൊടുക്കുകയും കൊന്ത കൊടുക്കുകയും ചെയ്തു. അവരെല്ലാവരും അതിൽ 110 പേരിൽ 25 പേരെങ്കിലും ആ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കാണാം അവർ ആ കൊന്ത അണിഞ്ഞിട്ടുണ്ട്, കൃപാസനം മാതാവിൻ്റെ കൊന്ത അണിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കൃപാസനം മാതാവിനെ പറ്റി അറിയാം. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഇംഗ്ലീഷ് കവനൻറ്റ് പ്രെയർ ഞങ്ങൾ ബുക്ക് കൊണ്ടുപോയി കൊടുത്തു, പ്രാർത്ഥന കൊടുത്തു. യൂട്യൂബിൽ ഇപ്പോൾ സാക്ഷ്യം അവർ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പത്രം, ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ പത്രം മെയിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവിടെ ആൾക്കാരോട് ഞങ്ങൾ ആദ്യം ചോദിക്കും, മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ചിലർ പറയും കേട്ടിട്ടുണ്ട്, അറിയാം, പോയിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എൻ്റെ വയറ് കാണിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് പറയും, മാതാവ് 20 വർഷത്തിന് ശേഷം തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പത്രം കൊടുക്കും. അതുപോലെ തന്നെ ചോദിക്കും, നിങ്ങൾ വായിക്കുമോ? വായിക്കും എങ്കിൽ മാത്രം ഞങ്ങൾ പത്രം കൊടുക്കും. അതിനുശേഷം ഇതും കൂടി പറയും, നിങ്ങൾ പത്രം വായിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും മാതാവിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രോഗികളായിട്ട് തുടരേണ്ടി വരികയില്ല, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരികയില്ല. നിങ്ങളുടെ അസുഖം മാറിയാൽ നിങ്ങൾ തീർച്ചയായും കൃപാസനത്തിൽ വരണം എന്നും ഞാൻ അവരെ പ്രത്യേകം പറഞ്ഞ് ഓർപ്പിക്കുമായിരുന്നു. എൻ്റെ 6ാം മാസത്തിൽ ഞങ്ങൾ 10 കെട്ട് പത്രവും, 7ാം മാസത്തിൽ 15 കെട്ട് പത്രവും, 8ാം മാസത്തിൽ 22 കെട്ട് പത്രവും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകി മാതാവിനെക്കുറിച്ച് പ്രഘോഷിച്ചു, സാക്ഷ്യം പറഞ്ഞ് തന്നെ പ്രഘോഷിച്ചു. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഫാദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ബിഷപ്പ് രാജ്കോട്ട് ബിഷപ്പ് ജോസ് ചിറ്റോപ്പറമ്പിൽ വന്നപ്പോഴും ഞങ്ങൾ ബിഷപ്പിനോട് പറഞ്ഞു, കൃപാസനം മാതാവ് അനുഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണിത് എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, എനിക്കും കൃപാസനത്തിനെ പറ്റി അറിയാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. പിതാവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ആരൊക്കെ ഫാദേഴ്സ് വരുന്നോ, പ്രൊവിൻഷ്യലാണെങ്കിലും വിക്കാർ ജനറൽ ആണെങ്കിലും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്ത് ഞങ്ങൾ ഈ സാക്ഷ്യം പറയും. പിന്നെ ഒത്തിരി സിസ്റ്റേഴ്സൊക്കെ ഗസ്റ്റായിട്ട് വരും, പല സ്റ്റേറ്റ്സിൽ നിന്നും പല കൺട്രീസിൽ നിന്നും വരും. ഞങ്ങൾ അവർക്കൊക്കെ ഈ മെഡൽ കൊടുത്തിട്ട് ഞങ്ങൾ പറയും, പോകുന്നിടത്ത് കൊടുക്കണം, മാതാവിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകും എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾ ഡെയിലി കുർബാനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ട് ഞങ്ങളുടെ വികാരി അച്ഛൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്രൈഡേ അഡോറേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ വളർന്നു. കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ക്യാൻസർ സെക്ഷനിൽ, ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ സെക്ഷനിൽ ഞങ്ങൾ ലഞ്ച് കൊടുക്കുമായിരുന്നു.
അല്ലാതെ ഓൾഡ് ഏജ് ഹോമിലും ഞങ്ങൾ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും, ഞങ്ങളിൽ കരുണയുണ്ട് എന്ന ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് ഞങ്ങളോട് സഹായം ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. എല്ലാവരോടും ഞങ്ങളുടെ ദൈവം തന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈശോയ്ക്കും മാതാവിനും കൃപാസനം മാതാവിനും ഒരുപാട് നന്ദി. യെശയ്യാ 66:9 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ മോൾക്കും കുടുംബത്തിനും കിട്ടിയ വലിയ കൃപയെക്കുറിച്ചാണ് നമ്മോട് പറഞ്ഞു തന്നത്. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അവരുടെ ബർത്ത്ഡേയുടെ അന്ന് കുഞ്ഞിനെ ജനിക്കാൻ? ഇതല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ്? അവർക്ക് കൊടുത്ത ഗിഫ്റ്റാണത്. അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ കുഞ്ഞിന് ജന്മം നൽകി. ഇതാണ് കൃപാസന മാതാവ്. അവരെന്താ ചെയ്തത്? വിശ്വാസം, വിശ്വസ്തത, സമർപ്പണം. ഓരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതൊക്കെ എല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. എത്രത്തോളം മറ്റുള്ളവരെ ദൈവത്തിനെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അവർ ശ്രമിച്ചോ, അതാണ് അമ്മ മാതാവ് അവർക്ക് കൊടുത്ത ഗിഫ്റ്റ്. അവരുടെ പ്രവൃത്തി കാണുന്നത് ഈശോയും അമ്മയുമാണ്. ഈശോയും അമ്മയും കൊടുത്ത വലിയ ഗിഫ്റ്റാണ്. ആ വലിയ ഗിഫ്റ്റിനെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു, നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ വലിയ ഗിഫ്റ്റ് ഒരിക്കലും മറക്കത്തില്ല അവരല്ലേ. ഇതാ പരിശുദ്ധമ്മ. ഈ പരിശുദ്ധമ്മ ഇവർക്ക് കൊടുത്ത ഈ വലിയ സന്തോഷത്തിന്, ഈ വലിയ ഗിഫ്റ്റിനെ അങ്ങനെ നിത്യജീവനിലേക്ക് അവരെത്താനായി ഒരുങ്ങുന്നെന്നാണ് അവർ പറയുക. കാര്യം അവർക്കതുകൊണ്ട് ഇനിയും അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. സാക്ഷികളായി തീരാൻ ആ നാട്ടിൽ മുഴുവനും അറിയിച്ചു, ബിഷപ്പിനെ അറിയിച്ചു, ജനങ്ങളെ അറിയിച്ചു. ആരോടെങ്കിലും പറയാതെ ഇനി അവരെങ്ങും ഇരിപ്പില്ല, എല്ലാവരോടും പറഞ്ഞു. ആ നാട്ടിലുള്ളവർക്ക് കൊന്ത വാങ്ങിക്കൊടുത്തു. ഈ കൊന്ത, മാതാവിൻ്റെ കൊന്ത ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ കൃപാസനം അവിടെയും ചെന്നെന്നാണ് അവരറിയിക്കുന്നത്. മാതാവിൻ്റെ മെഡൽ വാങ്ങിച്ചു കൊടുത്തു, പ്രാർത്ഥന എഴുതി കൊടുത്തു. ഇങ്ങനെ ചെയ്ത കൃപാസനത്തിലെ ശുശ്രൂഷ അവരവിടെ ചെയ്തപ്പോൾ അവർക്ക് പരിശുദ്ധമ്മ കൈവിട്ടില്ല. അതാണ് പ്രേക്ഷിത പ്രവർത്തനം. മറ്റുള്ളവരെ അറിയിക്കുകയാണ്, ആഴപ്പെടുത്തുകയാണ്. ഇത് ഉടമ്പടിയുടെ ഒരു കണ്ടൻറ്റാണ്. അതവർ കൃത്യമായി ചെയ്തപ്പോൾ പരിശുദ്ധമ്മയും ഈശോയും കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവരെ ഈ അൾത്താരയിൽ എത്തിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടി. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും അയോഗ്യയായ എന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ യോഗ്യയാക്കിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അൽന. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കള്ളാർ സെൻറ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 30/4/2024 ഞാനും സാധാരണ എല്ലാവരെയും പോലെ സാധാരണ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരാളായിരുന്നു. എല്ലാം എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ടെല്ലാം കിട്ടും എന്നുള്ളൊരു അഹങ്കാരമുള്ള ആളായിരുന്നു. അതായത് ഞാൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ എനിക്കെല്ലാം കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നൊരു നിമിഷമുണ്ട്. ആ സമയത്ത് നമ്മൾ ദൈവത്തെ അല്ലാതെ ഒരു മനുഷ്യരെയും തേടിപ്പോകത്തില്ല. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള തിരുവചനം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ബോധ്യമായ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എൻ്റെ +2 ശേഷം എനിക്ക് ഇന്ത്യയിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആയിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ കസിൻ പറഞ്ഞിട്ട് ഞാൻ വിദേശത്തേക്ക് എന്നെ പഠിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ വന്നു. പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സല്ല എന്നുള്ള ഇതിൽ, എന്നാലും ഞാൻ മനസ്സോടെ ഞാനത് പഠിച്ചു.
പക്ഷേ അതിൻ്റെ ഓരോ എക്സാം ആണേലും പഠനത്തിൻ്റെ സമയത്താണേലും ഞാൻ നോക്കുമ്പം ഞാൻ പഠിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പം എല്ലാവരും ഞാൻ ശേഷം വിദേശ പഠനത്തിൻ്റെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പം അവിടെ എല്ലാവരും കൃപാസന പത്രം കൊടുക്കുകയും ഞാൻ ഒരിക്കൽ പോലും കൃപാസന പത്രത്തെ നിന്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആര് തന്നാലും ഞാൻ മേടിക്കും. പക്ഷെ ഞാൻ വായിച്ചു നോക്കത്തൊന്നുമില്ല. അവിടെ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകുന്നൊരു പള്ളി, അത്രമാത്രം ഞാനും വിശ്വസിച്ചിട്ടുള്ളായിരുന്നു. ശേഷം എനിക്കും ഇങ്ങനെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഉടമ്പടി എന്താ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എൻ്റെ 2 പേപ്പർ ക്ലിയറായി. 2 പേപ്പർ ആ സമയത്ത് എൻ്റെ മെറിറ്റ് നഷ്ടപ്പെട്ടു. ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡൗണായി. കൂടാതെ വീട്ടിൽ ഫിനാൻഷ്യലി ഒരു ഇച്ചിരി ഇതായി വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്നുള്ള ഇതിൽ. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ വന്നതല്ല. 30/4/2024 ഞാനിവിടെ ജസ്റ്റ് വന്നത്. പക്ഷേ എന്നെ മാതാവ് ഇവിടുന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടാണ് തിരിച്ചു വിട്ടത്. ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു കാരുണ്യപ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലെങ്കിലും ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ. അങ്ങനെ ഉടമ്പടിയിൽ പോയി ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാനറിയാതെ എൻ്റെ തമ്പുരാൻ എനിക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ടായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി. ബാക്കി 2 പേപ്പർ എഴുതാൻ വേണ്ടി പോയപ്പം ഞാൻ എളുപ്പമാണെന്ന് വിചാരിച്ച വിഷയവും മറ്റേ വിഷയവും തമ്മിൽ ലിസണിങ് എന്ന വിഷയം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ചെവി അടഞ്ഞിട്ട് ഞാൻ ഒന്നും കേട്ടുമില്ല. ഞാൻ പ്രത്യേകിച്ച് എന്തൊക്കെയോ എഴുതിയിട്ടാണ് പോകുന്നത്. പക്ഷേ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ബ്രദറിനോട് പറയുകയും ചെയ്തു, ഞാൻ എന്തായാലും റൈറ്റിംഗ് കിട്ടും, ലിസണിങ് എനിക്ക് കിട്ടുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പം ലിസണിങ് എനിക്ക് കിട്ടി, റൈറ്റിംഗ് എനിക്ക് കിട്ടിയില്ല. അതും 2 ഞാൻ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അഹങ്കാരിയാവുമെന്ന് മാതാവിനറിയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നവംബറിൽ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോയി ചെന്നൈയിൽ എക്സാം എഴുതാൻ പോയി. അന്ന് അച്ഛൻ നീ എക്സാം പാസ്സാവുമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഈ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാവാ. അപ്പം ഞാൻ പാസ്സാവുമെന്നൊന്നും വിചാരിച്ച് പോയി എഴുതിയില്ല. പക്ഷേ എക്സാം എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. അങ്ങനെ ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് എനിക്ക് തൃശ്ശിയിൽ സ്ലോട്ട് എടുത്ത് തരാമെന്ന് ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സ്ലോട്ട് കിട്ടില്ല, അത് തീർന്നു പോയി, ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ച് ഭയങ്കര ആ ഒരു സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് ജപമാല ചൊല്ലുമായിരുന്നു. ഞാൻ മുറ്റത്ത് മുട്ടുകുത്തി നിന്ന് ഒത്തിരി നേരം ജപമാലയൊക്കെ ചൊല്ലുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഞാൻ കൂടുതൽ മാതാവിനോട് അടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എനിക്ക് ആശ്വാസം കിട്ടുന്ന നിമിഷങ്ങൾ മാത്രമായി. ശേഷം എനിക്ക് ആ പോയ സ്ലോട്ട് എനിക്കായിട്ട് മാതാവ്, അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അത് പരിശുദ്ധ അമ്മ തിരിച്ചു കൊണ്ട് തന്നായിരുന്നു. ജനുവരി 5 ഞാൻ ആ എക്സാം എഴുതി. ശേഷം എനിക്ക് അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ജസ്റ്റ് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ, അങ്ങനെ ഞാനും ഡേറ്റ് ഇട്ട് ജനുവരി 15 എന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 13-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും 14 ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. ശേഷം ഞാൻ എന്തായാലും ഇതിന് ഡേറ്റ് ഇട്ടല്ല, അപ്പോൾ എക്സാം റിസൾട്ടിനും കൂടെ ജനുവരി 20 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജനുവരി 20 ഡേറ്റ് ഇട്ട് ജനുവരി 20 എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് രാത്രി അതിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ എക്സാം പാസ്സാവുകയും എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യുകയും ചെയ്തു. ശേഷം ഞാൻ ഇവിടെ വന്ന് മാർച്ച് 11 എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് പോയി. കറക്റ്റ് 1 മാസമായി എന്ന് അവിടുന്ന് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു രാത്രി 10:45 അതൊക്കെ ഏകദേശം എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ചൊവ്വാഴ്ച ദിവസത്തെ സഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്താണ്. ഉടമ്പടി ധ്യാനം കഴിയുന്ന അന്ന് ഇപ്പം എന്തായിക്കോട്ടെ ചെറുതൊട്ട് വലിയ അനുഗ്രഹങ്ങൾ വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെയ് 27 വീണ്ടും ഞാനിവിടെ ഒന്ന് പുതുക്കിയിട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് VFSനൊരു സ്ലോട്ട് കിട്ടണം. ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയ ടൈമിൽ എനിക്ക് ജൂൺ 27 എനിക്ക് VFSന് സ്ലോട്ട് കിട്ടി.
ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 5 ആയിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് വെളിപ്പെടുത്തി തന്നതാണ്, ഇനി മുതൽ നിൻ്റെ ബാക്കിയുള്ള നമ്പർ 7 ആണെന്നുള്ള രീതിയിൽ. എൻ്റെ എല്ലാ തീയതികളിലും ഒരു 7 ഉണ്ടാവും. അങ്ങനെ ഞാൻ ജൂൺ 27 വിസയ്ക്ക് വെച്ച് ജൂലൈ 7 എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ചായി. അതും 7. ജൂലൈ 9 വിസയ്ക്ക് വെച്ച് 9-ാം ദിവസം എന്നെ അധികം ടെൻഷൻ അടിപ്പിക്കാതെ എനിക്ക് എൻ്റെ വിസ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഈ സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ ഉപരിപഠനത്തിനായി ജർമ്മനിക്ക് പോവുകയാണ്. എനിക്ക് ഉറപ്പാണ് ഞാൻ വലിയ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിനായിട്ടല്ല പോകുന്നത്. പക്ഷേ ഞാൻ ദൈവവചനം നല്ലോണം വായിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എൻ്റെ അമ്മ മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. അമ്മ മാതാവിൻ്റെ ആ ഒരു ഉറപ്പിൽ മാത്രമാണ്, എനിക്കൊരു മെറിറ്റും ഇല്ല. ഇനി എൻ്റെ ഒരു മെറിറ്റിൽ എനിക്കൊന്നും കിട്ടുകയും വേണ്ട. മാതാവിൻ്റെ കൃപയിൽ മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാതാവും തിരുകുമാരനും വിചാരിച്ച നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള ഉറ്റ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പീരിയഡ്സ് ഒന്നും റെഗുലർ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ മരുന്നൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പം 2-3 മാസമായിട്ട് കറക്റ്റായിട്ട് എല്ലാം ആകുന്നുണ്ട്. ഞാൻ അതിന് ശേഷം സ്കാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് അത് എടുത്തു മാറ്റിയെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷേ അതും എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ക്രമീകരിച്ച് വെച്ചതാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഈ കഴിഞ്ഞ ഇതിൽ അതും ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ജപമാല ചൊല്ലുകയും എനിക്ക് വേണ്ടിയിലുപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ 2 വട്ടം സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായി വായിച്ചു കഴിയുകയും 3ാമത്തെ വട്ടം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ആണെങ്കിലും പരിശുദ്ധ അമ്മേനെ പറ്റി ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ധ്യാനമൊക്കെ ഷെയർ ചെയ്യുകയും അതൊക്കെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും, ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്നാ കിട്ടാനാ. പക്ഷേ ഞാൻ അപ്പോൾ അവരോട് തർക്കിക്കും മാതാവിന് വേണ്ടി. ഞാനിപ്പം ഇത്രയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം, കൃപാസനത്തിൽ പോകണം. അവിടെ പോയാൽ ഒറ്റയടിക്ക് അനുഗ്രഹം കിട്ടുമെന്നല്ല, നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ നമ്മളെ ഈ പുണ്യഭൂമിയിലൊന്ന് നമ്മളൊന്ന് കാല് ചവിട്ടിയാൽ തന്നെ പരിശുദ്ധ അമ്മ നമ്മളെ അനുഗ്രഹിച്ചതെന്ന് തന്നെ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള അനാഥ മന്ദിരത്തിൽ പോയി അവിടുത്തെ അമ്മമാരോടുകൂടി അവരെ ശുശ്രൂഷ ചെയ്യുകയും ഞാൻ വലിയ കാര്യമായിട്ട് അവർക്കൊന്നും മേടിച്ചൊന്നും കൊടുത്തില്ലെങ്കിലും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും എല്ലാം ചെയ്യും. അവിടുത്തെ ഓരോ അമ്മമാരെ ഞാൻ പരിശുദ്ധ അമ്മയായിട്ടാണ് കാണുന്നത്. അവിടെ പോയിട്ട് വരുന്ന ദിവസവും എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പിന്നെ ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ 4-ാം ക്ലാസ് എൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞ തൊട്ട് ഈ നിമിഷം വരെ ഞാൻ എൻ്റെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അപ്പോൾ ആ പരിശുദ്ധ കുർബാനയുടെ പുണ്യം എന്നാന്ന് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ എന്തായാലും മനസ്സിലാവുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ തമ്പുരാനെ പോയി പാടി പുകഴ്ത്താറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം എനിക്ക് ആദ്യം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ പൊതുസ്ഥലങ്ങളിലും കൂടുതലും ഹൈന്ദവരായിട്ടുള്ളവർക്കും എല്ലാം കൊടുക്കുകയും അവരോടൊക്കെ മാതാവിനെ പറ്റി പറയും, നിങ്ങളിവിടെ ഒരിക്കലെങ്കിലും വരണമെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്യും. പിന്നെ ഈ ആൾക്കാരെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നുള്ള ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഇത് മാത്രമല്ല, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ പറയാൻ സമയമില്ല. ഇതുവരെ ചെയ്തു തന്ന മുന്നോട്ട് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് പോകുന്നത്. എനിക്ക് വേറെ സുഹൃത്തുക്കൾ, ഇത്ര അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാനായിട്ട് വേറെ ആരുമില്ല. എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും മാത്രമാണ്. ഒരിക്കൽ കൂടി കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യെശയ്യാ 12:2-3 തിരുവചനങ്ങൾ. ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു.
രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. അൽന ബാബു എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. മകൾ ജർമ്മൻ ഭാഷ പഠിക്കുന്ന കാലത്ത് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ആ ഭാഷാ പഠനം പൂർത്തീകരിക്കുവാനും പരീക്ഷകൾ വിജയിക്കുവാനും വിദേശത്തേക്കുള്ള പ്രോസസ്സ് വേഗത്തിലായി വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് പ്രധാന നിയോഗം വെച്ചതെന്ന് സൂചിപ്പിച്ചു. ഓരോ സമയത്തും അമ്മയുടെ സവിശേഷമായ സംരക്ഷണവും ഇടപെടലും മകൾക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾക്ക് ഈ അസാധ്യമെന്ന് കരുതിയ ഒരു ഭാഷാ പഠനം നല്ല രീതിയിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിന് ഏറെ നാളായി വേദന കൊണ്ടും ക്ലേശം കൊണ്ടും മകൾ അനുഭവിച്ചിരുന്ന ഒരു ശാരീരികമായ രോഗാവസ്ഥയ്ക്ക് സൗഖ്യവും സാധാരണ രീതിയിലുള്ള ജീവിതാവസ്ഥയും മകൾക്ക് നൽകിയതിന് മറ്റോരോ കാര്യത്തിനും മകൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.